നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹൈദരാബാദിൽ നമ്മുടെ തത്തമസ്ര വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചാർമിനാറിലൊക്കെ പോയി, അതായത് പിള്ളേരൊക്കെ നമ്മുടെ സ്കൂൾ വിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഇവിടെ കൊണ്ടാപ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു 7 കിലോമീറ്ററോളം കിലോമീറ്ററാണ്. അപ്പോൾ സിന്ധുവിൻ്റെ വല്യമ്മയുടെ മോളും ഭർത്താവും ഫാമിലിയായിട്ട് താമസിക്കുക. അപ്പോൾ ആ ചേട്ടൻ ഇവിടെ പോലീസിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോകാം. അപ്പോൾ ഞാൻ ഹൈദരാബാദിലെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വീട്ടിലെ കുറേ കൊച്ചു വർത്താനങ്ങളും അതുപോലെ രാവിലെ ധ്രുവട്ടനാട് നടക്കാൻ പോയി, അതിനുശേഷം ചാർമിനാറിൽ പോയി. അപ്പോൾ ആ വിശേഷം നിങ്ങൾ കണ്ടിട്ട് പോവാം, അതിനുശേഷം ബാക്കിയാണ്. അപ്പോൾ ഹൈദരാബാദിൻ്റെ രണ്ടാമത്തെ ദിവസം കേട്ടോ. രാവിലെ 7 മണിക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഇവിടെ ഒരുപാട് പേര് രാവിലെ വ്യായാമം ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അവിടെ കുറേ പേർക്കുണ്ട്. ഇവിടെ തന്നെ വേറൊരുത്തിയൊക്കെ ഉണ്ടോണ്ട് ഒരുത്തി അവിടെ നിന്ന് വരുന്നത്. ഒരുത്തിയാണോ ഒരുത്തനാണോ? ഇപ്പോൾ രാവിലെ ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞു, ഞാനും ഡോറയും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താണ്ട നമ്മുടെ ധ്രുവൂട്ടനായിട്ട് നടക്കുക. ഇപ്പോൾ ധ്രുവൂട്ടൻ്റെ പിറന്നാളാണ് നാളെ, ഇല്ലയോ? ധ്രുവൂട്ട അവൻ്റെ പിറന്നാളില്ലയോ? ഇങ്ങോട്ട് നോക്കി. നമുക്കത് വലിയ ഇതാണ് കേട്ടോ, അപ്പാർട്ട്മെൻറ്റാണ്. ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത്. ഓക്കെ, അപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റോട് ചുറ്റും ബമ്പൻ ഫ്ലാറ്റുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം നടന്ന് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ആൾക്കാർ പോയി അത്രയും ദൂരം നടന്നു വരുന്നുണ്ട്. ധ്രുവൂട്ട തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ ധ്രുവൂട്ട കേട്ടോ. ധ്രുവൂട്ടോ അപ്പോൾ എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കും കാരണം വണ്ടികളൊക്കെ തലങ്ങും വിലങ്ങും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുക. സ്കൂൾ ബസ്സുകൾ ഇതാ അങ്ങോട്ട് പോകുന്നു, ഉദാഹരണം ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇതാണ് അപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഇന്നലെ കാണിച്ചില്ലേ. അതെ അപ്പൻ മോളെ നോക്കുന്നു. ധ്രുവൂട്ട നോക്കിയേ, ചിരിയുണ്ട്, ഒരു ചിരിയുണ്ട്. അപ്പോൾ അതെ രാവിലെ എല്ലാവരും ജോലിക്ക് വന്ന തയ്യാറെടുപ്പിലായി. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് 2 പേരൂടെ ഒരാളിതായിരിക്കുന്നത്, ഇന്നത് ഞാൻ. എവിടാ പുറത്തൊക്കെ കാണണം. കണ്ണനും ചക്കരയും പോകാൻ തയ്യാറായി. ഓക്കെ, ഡോറ കിടക്കുന്നുണ്ടാ. അപ്പോൾ അതേ നമ്മുടെ അസിസ്റ്റൻ്റ് മാനേജർ ഏട്ടാ, കൺഗ്രാജുലേഷൻ. ഓക്കെ, എവിടെ അസിസ്റ്റൻ്റ് മാനേജർ പറഞ്ഞേ, ഇതിനകത്തോട്ട് പറ. IDRB. ഓക്കെ ഓക്കെ, ബൈ. അതെ ധ്രുവൂട്ടൻ ചക്കര പോകുന്ന നോക്കിയിരിക്കുക. അല്ലേന് എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? 7 കിലോമീറ്റർ. അല്ലേ? ഓക്കെ, ധ്രുവൂട്ട ഞങ്ങൾ കാർ എടുത്തോണ്ട് വരാം. അപ്പോൾ കണ്ണൻ്റെ അമ്മയുടെ വകയായിട്ട് ചായ. ഈ വിദ്യാ ഹോംസിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ഓണർമാരുടെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പാർക്കിംഗ് സ്പേസ് ഇതാണോ, അങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ ഫ്ലാറ്റുകാർക്ക്. പിന്നെ ഇവിടെ ഒരു കോമൺ പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ ഇനി വൈകിട്ട് നോക്കിയാണ്. ഇങ്ങനത്തെ തത്തമസി പോകണം. ആ മീൻ കട്ട് ചെയ്യുന്ന അത് ശരി. ഓക്കെ അല്ലേ, വൈകിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഹൈദരാബാദ് വരെ വന്നിട്ട് 1-2 വീഡിയോ ചെയ്തല്ലേ മോശമല്ലേ. അപ്പോൾ കണ്ടൻറ്റ് ഒപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്.
അപ്പോൾ ഇപ്പോൾ നേരെ പോകുന്നത് ചാർമിനാർ. അപ്പം നേരെ ഓട്ടോയിൽ നമ്മൾ ഇവിടുന്ന് ജയൻറ്റ് ചെന്നിട്ട് അവിടുന്ന് മെട്രോയിൽ കയറി MG കോളേജ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയും വളരെ അടുത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഓക്കെ, ചാർമിനാറിൽ മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫോട്ടോസൊക്കെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ്. ഇതാണ് JNT മെട്രോ സ്റ്റേഷൻ. ആട്ടോക്കാരെ കൊണ്ടുവന്ന് കുറച്ച് ഉള്ളോട്ട് മാറ്റി ഇറക്കി. വേറെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ തൊട്ടടുത്താണ്. ഞാനത് ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഇത് JNT. ഇന്നലെ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങി. ബസ് ഇറങ്ങിയത് ഇവിടെ തന്നെ ആയിരുന്നു. ആ സെക്യൂരിറ്റി ആ പടം വണ്ടടിച്ചിരിക്കുക. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗോപ്രോ കണ്ടിട്ട് ആദ്യമായിട്ട് കാണാം പുള്ളി ഈ ഗോപ്രോ. തുറക്കടാ മോനെ. നമുക്കുള്ള മെട്രോ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ MG ബസ് സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു ഓട്ടോ എല്ലാം വിളിച്ച് പോകാം. ഒരു 35 മിനിറ്റോളം എടുത്ത് അവിടുന്ന് ഇവിടം വരെ, ഏകദേശം അരമണിക്കൂർ നിന്നാ വന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കയറിയതുപോലെ ഇറങ്ങുന്നിടത്ത് നമ്മുടെ ഈ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്യണം, എങ്കിലേ നമുക്ക് വാതിൽ തുറന്ന് കിട്ടും. നമ്മുടെ സ്കാനാണ്. ഓക്കെ, സ്കാനായി 3 കിലോമീറ്റർ 3.1 കിലോമീറ്റർ കാണിക്കുന്നു. ഓക്കെ, ഈ ചേട്ടൻ 100 രൂപ ചോദിച്ചാൽ. ഓക്കെ, വായേട്ടാ കയറി. ചാർമിനാർ ഞാൻ മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞാൽ യൂട്യൂബിലൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മൾ യൂട്യൂബിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. shop, 100-year shop. ഒരു 100 വർഷം പഴക്കമുള്ളൊരു കടയുടെ കാര്യം പറഞ്ഞതാണ്. आपका नाम क्या है? मेरा नाम धीरज. नीरज. അപ്പോൾ വണ്ടി ഇവിടം വരെ വരും. ഓട്ടോ ഇവിടം വരെ നമ്മൾ വിടും. ഓക്കെ, ഇതാ അവിടെ ഒരു പയ്യനതേ പോലീസുകാർ പെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മൊത്തം ഹൈദരാബാദ് പേൾസിൻ്റെ കടകളാണ് ഈ സൈഡിലെല്ലാം. ഓക്കെ, ജ്വല്ലറികളുണ്ട്, പിന്നെ പേൾസാണ്. ഹൈദരാബാദ് പേൾസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. കച്ചവടക്കാരൊക്കെ രാവിലെ സെറ്റാക്കി വരുന്നേ ഉള്ളൂ. ഓക്കെ, മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോഴും മുകളിൽ കയറാൻ പറ്റില്ല. അന്ന് എന്തിവിടെ മെയിൻ്റെനൻസ് നോക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാം മേളിൽ ഇരിക്കുന്നു. മേളിൽ കയറണം. ഓക്കെ, ൽ സുൽത്താൻ മുഹമ്മദ് കുലി കുത്തബ് ഷായാണ് ചാർമിനാർ നിർമ്മിച്ചത്. ചതുരാകൃതിയുള്ള ഈ ഘടന 4 തൂണുകളും സങ്കീർണമായ കൊത്തുപണികളും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാഗവതിയുടെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ചാർമിനാർ നിർമ്മിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇത് പറയാൻ കാരണം ഗൂഗിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നിലധികം കഥകളാണ്. 1589 തുടങ്ങിയ നിർമ്മാണം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി. ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ ഇറാനിയൻ വാസ്തുശില്പിയായ മിർ മോമിൻ അസ്ത്രവാദിയാണ് ചാർമിനാർ രൂപകൽപ്പന ചെയ്തത്. കാലത്തിൻ്റെ പരീക്ഷണത്തെ വ്യക്തമായി ചെറുത്തു നിൽക്കുന്ന ഒരു ഗംഭീര ഘടനയാണ് ഇത് അവതരിപ്പിക്കുന്നത്.
4 തൂണുകളുള്ള ചതുരാകൃതിയിലുള്ള ഒരു സ്മാരകമാണിത്. ഷിയ താസിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ചാർമിനാർ വാസ്തു വിദ്യാ രൂപകൽപ്പന. മുഹമ്മദ് നബിയുടെ മരുമകനും കർബല യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതുമായ ഹുസൈൻ്റെ സ്മരണയ്ക്ക് നിർമ്മിച്ചതാണ് ഈ താസ്യകൾ. അപ്പോൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. 25 രൂപയാണ്. അപ്പോൾ ഇനി പതുക്കെ മുകളിലേക്ക് പോകും. ഒരാളിന് കഷ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ. ഏകദേശം 149 പടികളുണ്ട്. പൊളഞ്ഞു പോകുന്ന വഴികളാണ്. അങ്ങനെ ഒടുവിൽ അപ്പം മുകളിലേക്ക് വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. കരിങ്കല്ലും ചുണ്ണാമ്പും ഉപയോഗിച്ചാണ് ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രഹസ്യമുണ്ട്. ഗോൽക്കൊണ്ട കോട്ടയുമായി ചാർമിനാറിനെ ബന്ധിപ്പിക്കുന്ന ഒരു രഹസ്യ ഭൂഗർഭ തുരങ്കം ഉണ്ടെന്ന് പറയുന്നു. രാജകുടുംബത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ നാളിതുവരെ ഒരു തുരങ്കവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പറയുന്നു. ചാർമിനാറിൻ്റെ ശില്പഭംഗി കണ്ടാലും മതി വരില്ല. ഒരു തവണയെങ്കിലും നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. ചാർമിനാർ മാത്രമല്ല, അതിനോടനുബന്ധമായി കിടക്കുന്ന ഈ ഒരു ചുറ്റുവട്ടം മുഴുവൻ, ഈ ഒരു നഗരം മുഴുവൻ നിങ്ങൾ നേരിട്ട് വന്ന് കാണണം. മുകളിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ആസ്വാദനം വളരെ വലുതാണ്. മറ്റൊരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ താഴെ കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. ആ താഴെ കാണുന്നത് അപ്പോൾ എക്സിറ്റ് വഴിയാണ്. അതിലേക്ക് ഓക്കെ. ഇനി ഞാൻ പോകുന്ന ആ മസ്ജിദിലേക്ക് കേട്ടോ. മുകളിലേക്ക് കയറി അതേ മാതൃകയിൽ തന്നെയുള്ള വഴികളാണ് തിരിച്ചിറങ്ങാനുള്ളത്. കരിമ്പിൻ ജ്യൂസ് കുടിച്ചു 10 രൂപ. ഇവിടെ മൊത്തം കച്ചവടക്കാരാണ്. സൺഗ്ലാസും തുണിയും മണിയും എല്ലാ വിലയും. പഴയ ഹൈദരാബാദ് നഗരത്തിൻ്റെ പ്രാഥമിക മസ്ജിദാണ് മക്ക മസ്ജിദ്. നഗരത്തിലെ ഏറ്റവും വലിയ പള്ളിയും 10,000 പേർക്ക് ഇരിക്കാവുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണിത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ മസ്ജിദ് ഒരു സംസ്ഥാന സംരക്ഷിത സ്മാരകമാണ്. യുനെസ്കോ 2014 ലോക പൈതൃക സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല, പുറത്ത് നിന്ന്. ഞാനൊരു ബാഗും 2 ചെരുപ്പും. ഒരെണ്ണം നമ്മുടെ ദ്രൂട്ടൻ. നല്ല ചൂട്. ഒരു കരിക്ക് കുടിക്കാൻ കഴിച്ചു. പണമില്ല. അപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോവാം. ഇനിയിപ്പം 1 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. അത് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബിരിയാണി എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കേസല്ല. അതുകൊണ്ട് കഴിച്ചില്ല. ഇവിടെ നല്ല ബിരിയാണി കടകളൊക്കെ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണികൾ. ചാർമിനാർ നഗരത്തിൻ്റെ പഴയ കെട്ടിടങ്ങളും തിരക്കുകളുമൊക്കെ കണ്ട് നേരെ റൂമിലേക്ക്. ഡ്രൈവിംഗ് ഒരു അപാര സംഭവമാണ്. കുത്തി കയറ്റിച്ചതാ. ആട്ടോയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ താരം.
തൊട്ടില്ലാന്ന് പറയാം, തൊട്ടില്ല. പേടിച്ച് പേടിച്ചറിഞ്ഞിരിക്കുന്നത്. അവിടെ കാർ കിടപ്പുണ്ടായിരുന്നു, പക്ഷേ കാറിനകത്ത് വന്നാലേ ഭയങ്കര ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്ക്. അപ്പോൾ നമുക്ക് ആ പറഞ്ഞ സമയത്തൊന്നും ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് 2 ദിവസമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതാണ് MG ബസ് സ്റ്റേഷൻ. ഇവിടെ 2 മെട്രോ ഉണ്ട് കേട്ടോ. ഒന്ന് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്, ഒന്ന് ഇപ്പുറത്തോട്ട്, 2 ലൈനുണ്ട്. JNT എന്നൊരു ഓട്ടോ വിളിച്ചു. ഇന്നലെ വിളിച്ചപ്പം 100 രൂപയുള്ളൂ. ഇന്ന് വിളിച്ചപ്പം ഇന്ന് രാവിലെ ഓൺലൈൻ വിളിച്ചപ്പോൾ 90 രൂപയായി. ഇന്ന് 2-3 എടുത്തിട്ട് പലരും പല റേറ്റാണ് പറയുന്നത്. 150 പറയുന്നത്, 200 പറയുന്നത്. ആരാത് ഇത് വീട്ടിലാനോ ആനോ? അതിന് 200 ചോദിച്ച 100 രൂപ. അങ്ങനെ ഞാൻ പതുക്കെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഇറങ്ങിയതാണ് പുറത്തോട്ട് കേട്ടോ. ഇത് ശരിക്കും പ്രോപ്പർ ഹൈദരാബാദ് തന്നെ, മനസ്സിലായോ? നേരത്തെ ഞാൻ ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടേ ഇല്ല. അളിയനൊക്കെ അവർ താമസിക്കുന്നത് സെക്കൻഡറാബാദിലായിരുന്നു. അപ്പോൾ എൻ്റെ യാത്രയിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഞാൻ കൊണ്ടാപ്പൂരേക്ക് പോകാൻ ഇറങ്ങിയത്, പക്ഷേ അവിടെ ആ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചി ഫോൺ എടുത്തില്ല. ഒരു എവിടെയെങ്കിലും യാത്ര പോയതാകിലോ. അപ്പോൾ അവിടെ പോലീസിൻ്റെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഗേറ്റ് കടന്ന് ചെല്ലണമെങ്കിൽ നമ്മൾ എവിടെ പോകാമെന്ന് അവർ അറിയിക്കണം. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ യാത്ര ഒഴിവാക്കി. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് U-ടേൺ എടുത്ത് അവിടെ ഒരു മാളിൽ പോവാം, നെക്സസ് മാൾ. ഓക്കെ. ഡ്രൈവേഴ്സ് വാണ്ടഡ്. ഊബറിൻ്റെ ഡ്രൈവർമാരെ വേണം. എന്നാ നമ്പറിലൊന്ന് വിളിച്ചാൽ കേട്ടോ. 97 36 00 97 97. കാറ് പാർക്ക് ചെയ്ത് അങ്ങ് മേളിലാട്ടോ. അടിപൊളി പ്ലേസാണ്. നല്ല ഇവിടെ എല്ലാം ഫുഡ് കോർട്ട്. ഫോറം മാളൊന്ന് ചുറ്റിക്കറങ്ങിയെന്നല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. നമ്മുടെ വണ്ടി ഇറക്കുന്നു. അപ്പോൾ പോയ 2 കാര്യവും നടന്നില്ല. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ടാറ്റാ പഞ്ചിലെ പൂച്ചക്കുഞ്ഞ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോ വരാം. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം, ബൈ.